ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലുക്ക് ആൻഡ് വ്യൂ. എല്ലാവർക്കും ലുക്ക് ആൻഡ് വ്യൂയിലോട്ട് സ്വാഗതം. ദിസ് ഈസ് മീ റിയ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഉള്ളി സെലക്ട് ചെയ്യാം. ഉള്ളി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വലിപ്പമുള്ള ഇതുപോലെ വലിപ്പമുള്ള ഉള്ളി സെലക്ട് ചെയ്യാം. അപ്പം ഇതിപ്പോൾ രണ്ടെണ്ണമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇതിൽ വേരുകളുണ്ട്. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇതുപോലെ ചെറുതൊന്നും സെലക്ട് ചെയ്യാൻ പാടില്ല. ചെറുത് സെലക്ട് ചെയ്താൽ നമുക്ക് തണ്ട് വളരെ ഒരെണ്ണം അല്ലെങ്കിൽ കൂടിപ്പോയി രണ്ടെണ്ണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ അതുപോലത്തെ വലിയ ഉള്ളികൾ സെലക്ട് ചെയ്തെടുക്കാം. ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്, കണ്ടോ, ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനങ്ങനെ ഒരു 3 സെലക്ട് ചെയ്യുന്നുണ്ട്. അധികം ഉണക്കം വരാത്ത കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ 3 അല്ല, ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് വെള്ളം വേണ്ട, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ കറക്റ്റ് അതിങ്ങനെ ഇരുന്നോളും. ഓക്കെ ഓക്കെ ഇത്ര വെള്ളം മതി. ഇനി നമുക്ക് അധികം വെയിൽ വരാത്ത പക്ഷെ കുറച്ച് സൺലൈറ്റ് കിട്ടണം അങ്ങനത്തെ സ്ഥലത്ത് നമുക്കിത് കൊണ്ടുപോയി വെക്കാം. ഞാനിപ്പോൾ കിച്ചന്റെ ഒരു സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് സൺലൈറ്റ് കിട്ടും, ഒരുപാടില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിൽ ഒന്നിനും മുള വന്നിട്ടൊന്നുമില്ല. പക്ഷെ മുള വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേരൊന്ന് ബലപ്പെട്ടാൽ മതി. വേരിപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി നട്ടു കൊടുക്കാം. ഇതിപ്പോൾ നടാൻ വേണ്ടിയിട്ട് മണ്ണ് ശരിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഞങ്ങൾ വളമണ്ണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് നഴ്സറിയിൽ നിന്ന്. ഇതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ മണ്ണ് വരുന്നുണ്ട്, പിന്നെ മണൽ വരുന്നുണ്ട്, പിന്നെ ചകിരിച്ചോറ് വരുന്നുണ്ട്, പിന്നെ ചാണകപ്പൊടി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് എക്സ്ട്രാ ഇത്തിരി കൂടി ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സാധാരണ മണ്ണാണെങ്കിലും ഇത് വളരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് ഒരുപാട് മണ്ണൊന്നും വേണ്ട. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിലും അധികം ഇത്രയ്ക്ക് ഹൈറ്റ് വേണമെന്നൊന്നുമില്ല. പിന്നെ ഞാനിത് എടുത്തപ്പോൾ ഇത്ര എടുത്തു എന്ന് മാത്രം. ഇത് നമ്മൾ മിനറൽ വാട്ടറിന്റെ ഒരു കണ്ടെയ്നറാണ്. ഇതിനേക്കാളും ചെറുതാണെങ്കിലും ഇപ്പൊ ഏകദേശം ഇതിന്റെ ഒരു പകുതി മണ്ണാണെങ്കിലും അത്ര ഹൈറ്റ് ഉള്ളൂ എങ്കിലും ഇത് വളരും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് നട്ടു കൊടുക്കാം. നട്ടു കൊടുക്കുമ്പോൾ നമ്മള് ഒരുപാട് നമ്മൾ മണ്ണിട്ട് മൂടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 3/4 ഭാഗത്തോളം. ഇത് നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിച്ച് നനച്ചിട്ടുള്ള മണ്ണാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നമുക്കിത് സൂര്യപ്രകാശം അധികം വേണ്ട, പക്ഷെ എങ്കിലും കുറച്ച് സൂര്യപ്രകാശം വേണം. അങ്ങനത്തെ സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ തൽക്കാലം വെക്കുന്നത് ഞാൻ നേരത്തെ വെച്ച അതേ സ്ഥലത്ത് തന്നെയാണ്. ഇതിപ്പോ 7th ഡേ ആണ്. ഇപ്പൊ നമുക്ക് കാണാം 2 ഉള്ളി വലുതായിട്ടുണ്ട്, ഒരെണ്ണത്തിന് മുള വന്നിട്ടില്ല. അപ്പൊ ഈ വളർന്നിരിക്കുന്ന 2 എണ്ണത്തിനും 2 തരത്തിലാണ്. അതായത് ഒരെണ്ണം നേരത്തെ മുള വന്നിട്ടുണ്ട്, മറ്റേത് കുറച്ച് വൈകിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഓരോ ഉള്ളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മുടെ അവസാനത്തെ ഉള്ളി മുളച്ചു വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 ആഴ്ച ആകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ്ലി ഇത് പാകാവും, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വലിയ ഉള്ളികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉള്ളിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 10 മുതൽ 15 വരെ തണ്ടുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഇത്രയും വലുതായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ലാസ്റ്റ് മുളച്ച ആ ഒരു ഉള്ളിയും ഇപ്പൊ കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. ഇപ്പൊ ഇത് ഇത്രയും വലുതായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇതില് ആദ്യം വലുതായി നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കട്ട് ചെയ്താലും മതി. ഇതിൽ അവസാനം ഉണ്ടായത് ഇപ്പോഴും വലുതായിട്ടില്ല, ഫുള്ളായിട്ടില്ല. കണ്ടോ, ഇത് ഇത്രയും ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാറാവുമ്പോൾ ഇതിങ്ങനെ വീഴുന്ന പോലെയാവും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വീഴുന്ന പോലെയാവും. അല്ലെങ്കിൽ ഇത് നല്ല സ്റ്റിഫായിട്ട് ഇതുപോലെ നിൽക്കും. ഇതുപോലെ സ്റ്റിഫായിട്ട് നിൽക്കും. ഇതിങ്ങനെ വീണ് തുടങ്ങുമ്പോഴാണ് നമുക്ക് കട്ട് ചെയ്യാറാവുന്നത്. ഓക്കെ,
ഇപ്പം നമ്മൾ കാണുന്നത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് വലുതായിരിക്കുന്നതാണ്. കണ്ടോ? ഇത് ചെറിയൊരു യോഗട്ടിന്റെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമ്മൾ ചെയ്തതാണ്. വളരെ കുറച്ച് മണ്ണ് ഇതിൽ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ചെയ്തതാണ് ഇത്. ഇതും അതുപോലെ തന്നെ ചെറിയൊരു ബോക്സിനകത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചതായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.